മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പെസഹ വ്യാഴാഴ്ച. ലോകം മുഴുവൻ ഈശോ മിശിഹായുടെ അന്ത്യത്താഴം അനുസ്മരിക്കുന്ന ദിവസം. ഇന്നേ ദിവസം 3 സുപ്രധാന സംഭവങ്ങളാണ് നാം ധ്യാനിക്കുക. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് തിരിച്ചറിഞ്ഞ ഈശോ ലോകാവസാനം വരെ നമ്മോടൊത്തായിരിക്കാൻ തൻ്റെ അപരിമേയമായ സ്നേഹത്താൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് നാം ഇന്ന് അനുസ്മരിക്കുന്നു. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി പൗരോഹിത്യം സ്ഥാപിച്ച അനുഗ്രഹപ്രദമായ ദിനമാണിന്ന്. അത്യുദാത്തമായ സ്നേഹത്തിൻ്റെ മഹനീയ മാതൃക നൽകിക്കൊണ്ട് ശിഷ്യരുടെ പാദക്ഷാളനം നടത്തിയ വിനയാന്വിതനായ ഗുരുവിനെ നാം ഇന്ന് ധ്യാനിക്കുന്നു. വിശുദ്ധ അഗസ്റ്റിന്റെ അഭിപ്രായത്തിൽ താൻ സ്നേഹിക്കുന്ന ജനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായത് നൽകാൻ യേശു തന്നെ നൽകിയതാണ്, തൻ്റെ ഹൃദയം പങ്കുവെച്ച് നൽകിയതാണ് ദിവ്യകാരുണ്യം. AD 750 ലാഞ്ചാനോയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം നമുക്കേവർക്കും പരിചിതമാണ്. അപ്പവും വീഞ്ഞും യഥാർത്ഥ മാംസരക്തങ്ങളായി മാറിയ അത്ഭുതം. പിന്നീട് നിരവധി മാർപ്പാപ്പന്മാരുടെ കാലത്ത് വളരെയേറെ തവണ ഈ തിരുശേഷിപ്പ് ശാസ്ത്രീയ പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് 1970 ഡോക്ടർ എഡുവാർഡോ ലിനോയി എന്ന ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ പഠനം നടത്തുകയുണ്ടായി. ഒരു യുവാവിൻ്റെ ഹൃദയത്തിലെ മാംസഭാഗമാണ് ഇത് എന്ന് ശാസ്ത്രീയമായി തെളിയുകയുണ്ടായി. യേശു തൻ്റെ ഹൃദയം മുഴുവൻ, തൻ്റെ സ്നേഹം മുഴുവൻ പങ്കുവെച്ച് നൽകിയതാണ് ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യത്തിലുള്ള യേശുവിൻ്റെ പൂർണ്ണമായ സാന്നിധ്യം സാക്ഷ്യപ്പെടുത്താൻ നിരവധി ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു. തലശ്ശേരി അതിരൂപതയിൽ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ 2013 നവംബർ 15 തിരുവോസ്തിയിൽ യേശുവിൻ്റെ തിരുമുഖം തെളിഞ്ഞത് നമുക്ക് അജ്ഞാതമല്ല. ഇന്നും ഒട്ടനവധി തീർത്ഥാടകർ വിളക്കന്നൂർ ദേവാലയത്തിൻ്റെ ദിവ്യകാരുണ്യ അത്ഭുതം ദർശിക്കാനായി എത്തുന്നു. ദിവ്യകാരുണ്യം ഈശോ തന്നെയാണ്. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ശക്തി സ്രോതസ്സാണ്. 2022 ജനുവരി 21 വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ വൈറ്റിലയിൽ നിന്നും സ്വർഗത്തിലേക്ക് പറന്നുയർന്ന അജിന ജോർജ് എന്ന ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടിയെ നമുക്കെല്ലാവർക്കും അറിയാം. ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന സൗന്ദര്യത്തെ ക്യാൻസർ എന്ന രോഗത്തിലൂടെ ഈശോ തിരിച്ചെടുത്തപ്പോൾ ഒരു പരിഭവവും കൂടാതെ ദിവ്യകാരുണ്യനാഥനോട് കൂടുതൽ സ്നേഹത്തോടെ അവൾ ചേർന്നു നിന്നു. കണ്ണും താടിയെല്ലും ക്യാൻസർ കവർന്നെടുത്തപ്പോൾ വികൃതമായ രൂപത്തിനപ്പുറത്ത് അവളിൽ തിളങ്ങി നിന്നത് അഭൗമമായ ആത്മീയ സൗന്ദര്യമായിരുന്നു. അതെ, ദിവ്യകാരുണ്യം നമ്മുടെ ശക്തി കേന്ദ്രമാണ്. ആത്മീയതയുടെ അടിസ്ഥാന ശിലയാണത്. പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം സകല മനുഷ്യരുടെയും രക്ഷ ഈ ലോകത്തിൽ സംലഭ്യമാക്കാൻ ഈശോ പൗരോഹിത്യം സ്ഥാപിച്ചു. വിശുദ്ധ ജോൺ മരിയ വിയാനി പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്പന്ദനമാണ് എന്നാണ്. അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ സ്നേഹമാണ് പൗരോഹിത്യം. ഹൃദയസ്പന്ദനം ജീവന്റെ അടയാളമാണ്. വിശ്വാസികൾക്ക് ആത്മീയ ജീവൻ ഉറപ്പുവരുത്തുന്ന ഹൃദയമിടിപ്പാണ് സഭയിലെ പൗരോഹിത്യം. മഴവില്ലിലെ സപ്തവർണ്ണങ്ങൾ പോലെ ആത്മീയ രക്ഷയ്ക്കായി ഈശോ സ്ഥാപിച്ച വിശുദ്ധ കൂദാശകൾ പരികർമ്മം ചെയ്യപ്പെടുന്നത് പൗരോഹിത്യം നിലനിൽക്കുന്നത് കൊണ്ടാണ്. ശുശ്രൂഷ പൗരോഹിത്യം അധികാരപ്രയോഗത്തിനുള്ളതല്ല, അത് ശുശ്രൂഷയ്ക്കുള്ളതാണ്. വൈദികരെ പക്ഷേ നമ്മൾ ബഹുമാനിക്കുന്നത് അവർ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളായതുകൊണ്ടാണ്. സഭയിലെ ശുശ്രൂഷ പൗരോഹിത്യം വളരെയേറെ വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ
നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലൂടെ അവരെ ശക്തിപ്പെടുത്താം, അവർക്ക് ആശംസകൾ നേരാം. ജനിച്ച നിമിഷം മുതൽ ഇന്ന് വരെ വൈദികരിലൂടെ ഈശോ മിശിഹ നമുക്ക് നൽകിയ എല്ലാ കൃപാവരങ്ങൾക്കും നമുക്ക് അവിടുത്തോട് നന്ദി പറയാനുള്ള ദിവസം കൂടിയാണ് ഈ പെസഹ തിരുനാൾ. ഈ അവസരത്തിൽ റഹീദ് അസീസ് ജാന്നി എന്ന ഇറാഖുകാരനായ ഒരു വൈദികന്റെ ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇറാഖിലെ മൊസൂൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം സദ്ദാം ഹുസൈൻ്റെ കാലത്ത് നിർബന്ധിത സൈനിക പരിശീലനവും പൂർത്തിയാക്കി വൈദികനാകാൻ റഗീദ് സെമിനാരിയിൽ ചേർന്നു. റോമിൽ വൈദിക പരിശീലനം പൂർത്തിയാക്കി 2001 ഒക്ടോബർ 13 അദ്ദേഹം വൈദികനായി. 2003 വരെ ഞാൻ പഠിച്ച അഞ്ചേലിക്കും യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ദൈവശാസ്ത്രത്തിൽ ലൈസൻഷിയേറ്റ് പൂർത്തിയാക്കി. സദ്ദാം ഹുസൈൻ്റെ മരണശേഷം IS ഭീകരർ ഇറാഖിൽ ശക്തി പ്രാപിച്ചു. അതിനാൽ ഫാദർ റഗീദിന്റെ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തോട് റോമിൽ തന്നെ തുടർന്ന് പഠിക്കാനായി ആവശ്യപ്പെട്ടെങ്കിലും അതികഠിനമായ മതപീഡനത്തിലൂടെ കടന്നു പോകുന്ന തൻ്റെ സഹോദരങ്ങളെ ധൈര്യപ്പെടുത്താൻ അദ്ദേഹം മൊസൂളിലേക്ക് തന്നെ തിരിച്ചുപോയി. താൻ വധിക്കപ്പെടും എന്ന് ഉറപ്പുണ്ടായിട്ടും ഭീകരരുടെ ഭീഷണിക്ക് വശംവദനാകാതെ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ചു പോന്നു. അങ്ങനെ ഇരിക്കെ 2007 ജൂൺ 3 ഞായറാഴ്ച പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ദിനത്തിൽ ദിവ്യബലി അർപ്പിച്ച് തിരിച്ചു വരുന്ന അവസരത്തിൽ IS ഭീകരർ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന വാഹിദ് ഈശോ, ഗാസാൻ, ബാസൻ എന്ന 3 സബ് ഡീക്കൻസിനെയും തടഞ്ഞു നിർത്തി. പള്ളി തുറക്കരുതെന്നും ദിവ്യബലി അർപ്പിക്കരുതെന്നും പറഞ്ഞത് എന്തേ അനുസരിക്കാത്തത് എന്ന ചോദ്യത്തിന് ദൈവത്തിൻ്റെ ആലയം എനിക്കെങ്ങനെ അടച്ചിടാനാവും എന്നായിരുന്നു ഫാദർ റഗീദിന്റെ ഉത്തരം. ഷഹാദ് ചൊല്ലി ഉടൻ തന്നെ ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന ഭീകരരുടെ ആവശ്യം ധീരതയോടെ തള്ളിക്കളഞ്ഞ ഫാദർ റഗീദിനെയും 3 സബ് ഡീക്കൻസിനെയും ഭീകരർ വെടിവെച്ചു കൊന്നു. 2018 ഫാദർ റഗീദിന്റെ നാമകരണ പ്രക്രിയ വത്തിക്കാനിൽ ആരംഭിച്ചു. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഫാദർ റഗീദ് ഒരിക്കൽ പ്രകാരം പറഞ്ഞു: വിശുദ്ധ കുർബാനയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല. എൻ്റെ ഇടവകയിലെ ജനങ്ങൾ ഒട്ടേറെ പേർ അക്ഷരാഭ്യാസമില്ലാത്തവരാണ്. പക്ഷെ അവർക്ക് ഞായറാഴ്ച കുർബാനയില്ലാതെ ജീവിക്കാനാവില്ല. അത്രമേൽ ദിവ്യകാരുണ്യത്തിൽ വിശ്വാസം എൻ്റെ ജനത്തിനുണ്ട്. തങ്ങളുടെ ജീവൻ എടുത്തേക്കാം, ഭീകരർ തങ്ങളുടെ ജീവൻ എടുത്തേക്കാം, പക്ഷേ ദിവ്യകാരുണ്യ ഈശോ ഞങ്ങൾക്ക് നിത്യജീവൻ നൽകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇതായിരുന്നു ആ ജനത്തിൻ്റെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഈശോ തന്നെ നൽകുന്ന ദിവ്യകാരുണ്യം ഇന്ന് നമുക്ക് ലഭിക്കുന്നത് ഈശോ തിരഞ്ഞെടുക്കുന്ന പുരോഹിതരിലൂടെയാണ്. ദിവ്യകാരുണ്യത്തെയും ശുശ്രൂഷ പൗരോഹിത്യത്തെയും വിലമതിക്കാനും പ്രാർത്ഥിക്കുവാനും അതിന് നന്ദി പറയുവാനും നമുക്ക് ഈ നല്ല ദിവസം ഉപയോഗിക്കാം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം എല്ലാ വർഷവും പെസഹ വ്യാഴാഴ്ച റോമിലെ ജയിലുകളിലെ ചാപ്പലിൽ ദിവ്യബലി അർപ്പിക്കുകയും അവിടുത്തെ കുറ്റവാളികളുടെ കാൽ കഴുകി ചുംബിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ആരംഭിക്കുകയുണ്ടായി. ജാതി മത വർഗവർണ്ണ വ്യത്യാസമന്യേ കുറ്റവാളികളായി കരുതപ്പെടുന്നവരുടെ പാദക്ഷാളനം നടത്തി പരിശുദ്ധ പിതാവ് ചുംബിക്കുന്നു. ഈശോയുടെ സ്നേഹം സർവ മനുഷ്യരെയും ആശ്ലേഷിക്കുന്ന സ്നേഹമാണ് എന്ന് മാർപ്പാപ്പ ഈ പ്രവൃത്തിയിലൂടെ ലോകത്തെ ഉദ്ബോധിപ്പിക്കുകയാണ്. കാലുകഴുകൽ ശുശ്രൂഷ
വർഷത്തിൽ ഒരിക്കൽ ചെയ്യേണ്ടതോ ഓർമ്മിക്കേണ്ടതോ ആയ ഒരു ആചാരമല്ല. ഒരു ക്രിസ്ത്യാനി അനുദിന ജീവിതത്തിൽ അനുസ്യൂതം പുലർത്തേണ്ട ഒരു മനോഭാവമാണിത്. എളിമയോടെ സ്നേഹിക്കുന്ന കുടുംബങ്ങളിൽ ക്രിസ്തു സാന്നിധ്യം എന്നും അനുഭവിക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ, സ്നേഹമെന്ന രണ്ടക്ഷരത്തിൻ്റെ അഗാധങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന തിരുനാളാണ് പെസഹ വ്യാഴം. ഹൃദയം പങ്കുവച്ച് നൽകുന്ന സ്നേഹമായ ദിവ്യകാരുണ്യത്തെയും തിരുഹൃദയത്തിലെ സ്നേഹമായ പൗരോഹിത്യത്തെയും കാലുകഴുകി ചുംബിക്കുന്ന എളിമയുടെയും നിസ്വാർത്ഥതയുടെയും അടയാളമായ ഏറ്റവും സുന്ദരമായ പരസ്നേഹത്തെയും ഏറ്റവും മനോഹരമായി ആവിഷ്കരിക്കുന്ന സുന്ദര ദിനത്തിൻ്റെ തിരുക്കർമ്മങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരുനാളാഘോഷം നമ്മെ സംബന്ധിച്ച് അർത്ഥവത്താകണമെങ്കിൽ പങ്കുവെച്ച് നൽകുന്ന ഒരു ഹൃദയം നമുക്ക് സ്വന്തമായി ഉണ്ടാവണം. എല്ലാവരുടെയും രക്ഷ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാവണം. സർവോപരി സ്വയം എളിമപ്പെട്ടുകൊണ്ട് നിസ്വാർത്ഥമായി അന്യരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കാൻ തക്ക വിധത്തിൽ നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ ഉടമകൾ നമ്മളായിത്തീരണം. അങ്ങനെ ആയിത്തീരുമ്പോഴാണ് പെസഹ നമ്മെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്താവുക. സ്വാർത്ഥതയുടെയും ഈ ലോകത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് നിസ്വാർത്ഥതയുടെയും സ്നേഹത്തിൻ്റെയും ദൈവികതയുടെയും നിത്യമായ സ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നാം പ്രവേശിക്കുക. അതിനുള്ള ആഹ്വാനമാണ് പെസഹ വ്യാഴാഴ്ച ദൈവം നമുക്ക് നൽകുന്നത്. ഇന്ന് ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ കൃപാവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ദിവ്യകാരുണ്യനാഥനോട് നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം.